Good afternoon, dear children. Good afternoon. Good afternoon. ആ സൗണ്ട് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. നമ്മുടെ തന്റെ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഗുഡ്. ലഞ്ച് കഴിച്ചോ എല്ലാവരും? ലഞ്ച് കഴിച്ചോ? ഇല്ല, നമുക്ക് പെട്ടെന്ന് ക്ലാസ് എടുത്ത് തീർത്തിട്ട് ആഹാ ഗായത്രി കുട്ടി കഴിച്ചു. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഇപ്പൊ കഴിക്കാട്ടോ. കുറച്ച് നേരെ ക്ലാസ് ഉള്ളൂ. സന്ദേവേ, നീ അകത്ത് പോയില്ലേ? നോക്കിയേ, നിങ്ങൾ നോക്കിയേ, സന്ദേവിനെ നോക്കിയേ, എന്ത് ഉഷാറായിട്ട് ഇരിക്കുന്നത് നോക്കിയ ക്ലാസ്സില്. മിടുക്കൻ. എന്റെ അമ്മ പറഞ്ഞു അവന് മടിയാന്ന്. അമ്മമ്മ പോയി, അതുകൊണ്ട് ഞാൻ എഴുതാനിരിക്കുന്നത്. ആ, അമ്മമ്മയാണോ? അമ്മമ്മ ഉണ്ടെങ്കിലേ ഞാൻ കളിക്കൂ. ആഹാ, അമ്മമ്മ എങ്ങോട്ട് പോയി? ബാങ്കിൽ പോയി. അമ്മയോ? അമ്മ ഇടിയുണ്ട്. അമ്മമ്മ പോയപ്പോഴാണോ കരഞ്ഞു നിലവിളിച്ച് പോയത്? അല്ല, അമ്മമ്മേടെ കളിക്കാൻ. അമ്മമ്മേടെ കളിക്കാൻ. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വൈകുന്നേരം വരുമ്പോ അമ്മമ്മയുടെ കൂടെ കളിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മള് പഠിക്കുവാണല്ലേ? ഓക്കെ. എന്താണ് കംപ്ലൈന്റ് പറയുന്നത്? അപ്പോൾ നമ്മള് കഴിഞ്ഞ പീരീഡ് സ്വരാക്ഷരങ്ങളില് ഒരു ലെറ്റർ കൂടെ പഠിച്ചു. ഏതാണ് ആ ലെറ്റർ? ഇ. ഇ ആണ് പഠിച്ചത്. ഈസെ ഇമലി, ഈസെ ഇസ്തിരി, ഈസെ ഇമാരത്ത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Next letter is E. All of you say loudly. E. എന്താ സൗണ്ട് വരാത്തെ? നിങ്ങൾ എങ്ങനെയാ ചിരിക്കുന്നേ? എന്ന് പറഞ്ഞിട്ടാണോ ചിരിക്കുന്നേ? ഈ. ഓക്കെ, നിങ്ങളെ ഞാൻ മ്യൂട്ട് ചെയ്യട്ടെ, ഭയങ്കര സൗണ്ടാണ്. Okay, then all of you take your textbook. ബുക്ക് ഇല്ലാത്തവരിവിടെ ശ്രദ്ധിച്ചോ. ഈ ഈസെ ഈഖ്, ഈസെ ഈഖ്. all of you say. ഹർഷൽ എന്താണ് അവിടെ എഴുതുന്നത്? ഈസെ ഈഖ്, ഈസെ ഈണ്ട്, ഈസെ ഈസ. എഴുതാനായിട്ടില്ല. Don't write now. Listen here. Which is the letter this? Which letter? E. E se ik. E se imt. E se isa. ഈക്ക് എന്ന് പറഞ്ഞ എന്താണ്? ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈക്ക് എന്ന് പറഞ്ഞാല് ആർക്ക് പറയാം? ഈക്ക് എന്ന് പറഞ്ഞ എന്താണ്? ഹർഷൽ പറഞ്ഞ എന്താണ് ഈക്ക് എന്ന് പറഞ്ഞാല്? ആ, കരിമ്പ്. ഇഷ്ടമാണോ? ഈക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക്? അതെങ്ങനെയാ കഴിക്കാം? ഈക്ക് എങ്ങനെയാ കഴിക്കാ? ഫാത്തിമ, എങ്ങനെയാ? തൊലി കളഞ്ഞിട്ട് കടിച്ചു തിന്നുക. കടിച്ച് ചവച്ച് അതിന്റെ നീര് ഊറ്റി കുടിക്കും നമ്മൾ, അല്ലേ? നിങ്ങൾക്ക് ഈക്കിന്റെ ജ്യൂസ് ഇഷ്ടമാണോ? ഈക്കിന്റെ ജ്യൂസ്, ഈക്ക് ജ്യൂസ് ഇഷ്ടമാണോ? ഈക്ക് രസ് എന്ന് പറയും. നമ്മള് വണ്ടിയിലൊക്കെ പോകുമ്പോ വഴിവക്കിലൊക്കെ കാണാം, അല്ലേ? അതാണ്.
അപ്പൊ ഈക്കിന് ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ഷുഗർ കെയിൻ. നമ്മള് ഹിന്ദി വേർഡ് പഠിക്കുമ്പോ അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് വേർഡും കൂടെ പഠിക്കണം. ഈക്ക് ഷുഗർ കെയിൻ. Listen. E say eek. All of you say loudly. E say eek. E say eent. എന്താണ് eent എന്ന് പറഞ്ഞാല്? eent. This. എന്താണ് eent? സായക്ക്. എന്താണ് eent എന്ന് പറഞ്ഞാല്? ഇഷ്ടികയാണല്ലേ? ഇഷ്ടിക. കറക്റ്റ്. Okay, listen. Is a, eek, is a, eent. എന്താണ് eent? Eent means bricks ഇല്ലേ? bricks. ഇഷ്ടിക. ഇഷ്ടികനാണ് പറഞ്ഞത്. brick അല്ലേ? BRICK. brick. ഇഷ്ടിക. Is a, ഈസ. ഈസ. Who is ഈസ? ആരോടെ ഇപ്പൊ ചോദിക്കാ? മുഹമ്മദ് സയാൻ. ഈസ. ഈസ എന്ന് പറഞ്ഞ ആരാണ്? ഈസ യേശു ആണല്ലേ? ഗോഡ് ഓഫ് ക്രിസ്ത്യൻസ് അല്ലേ? ക്രിസ്ത്യൻസിന്റെ ഗോഡാണ് ഈശോ അല്ലെ? ഈശോ എന്നാ അവര് പറയാ. അപ്പൊ ഹിന്ദിയിൽ നമ്മൾ ഈസ എന്നാണ് പറയാ. ഈസ. ഓക്കെ. ലിസൺ. ഈസ് എ ഈക്ക്, ഈസ് എ ഈണ്ട്, ഈസ് എ ഈസ. ഗായത്രി, ഡോണ്ട് റൈറ്റ് നൗ. ലിസൺ, ലിസൺ. ഹർഷൻ, ഹർഷൽ, ലിസൺ. ഒന്ന് വായിപ്പിച്ചേക്കാം നിങ്ങളെ. മുഹമ്മദ് മർവാൻ, പ്ലീസ് അൺമ്യൂട്ട്. മോനെ കഴിഞ്ഞ ക്ലാസ് കണ്ടില്ലല്ലോ. ഉണ്ടായില്ല അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ലെറ്റർ കൂടെ പഠിച്ചു. മുഹമ്മദ് മർവാൻ ഹോംവർക്ക് ചെയ്തോ കഴിഞ്ഞ ദിവസത്തെ? അവന് നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. സ്റ്റക്കായിട്ടിരിക്കുവാണ്. സൻദേവ്, ഇപ്പൊ മർവാൻ വന്നല്ലോ. ഈന്റ് എന്നാണ് കേട്ടോ. ഈന്റ് കുറച്ച് ഒരു ഇതിൽ പറഞ്ഞാൽ മതി. ഈന്റ്. അപ്പൊ അത് കറക്റ്റ് ആയിക്കോളൂ. ആഫിയ, 2-3 പേര് വായിച്ചിട്ട് ഞാൻ അത് എഴുതണ്ട എങ്ങനെ കാണിച്ചു തരാം. ഈസ് എ ഈക്ക്, ഈസ് എ ഈണ്ട്, 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 ഈസ് എ ഈസ. ഓക്കെ, വെരി ഗുഡ്. ഗായത്രി, ഈക്ക്, 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 ഈസ് എ ഈണ്ട്, ഈസ് എ ഈസ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഈ എങ്ങനെ എഴുതും? നമ്മൾ ഈ എന്ന ലെറ്റർ എഴുതാൻ പഠിച്ചു അല്ലേ? ഈ എന്ന ലെറ്റർ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ എഴുതുമ്പോ എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ഈ എഴുതുന്നു. കണ്ടോ? ഇവിടെ കണ്ടോ? ഇതിന്റെ ചിഹ്നം കണ്ടോ? ഇതിന്റെ മുകളിലായിട്ട് വളഞ്ഞിട്ടൊരു ചിഹ്നമാണ്. കണ്ടോ? അത് നമ്മൾ വളഞ്ഞെഴുതണം. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ഈ എഴുതുക.
ഫസ്റ്റ് ഇ എഴുതുക, എന്നിട്ട് അതിന്റെ മുകളിൽ നേരെ വരയ്ക്കുക, അതിനുശേഷം ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ ചരിഞ്ഞിട്ട് വളഞ്ഞിട്ട് വരയ്ക്കുക. അപ്പോഴാണ് ഇ എന്ന ലെറ്റർ ആവുന്നത്. Can you see this letter? Okay. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് അക്ഷരദീപത്തിൽ എഴുതണം, അതിനുശേഷം നോട്ട് ബുക്കിലേക്ക് എഴുതണം. എങ്ങനെയാ നോട്ട് ബുക്കിൽ എഴുതേണ്ടത്? നിങ്ങൾ ഒരു പേജ് ഒന്നും നോട്ട് ബുക്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ഈ നമ്മൾ ആന്ന് എഴുതിയില്ലേ, ഒരു പേജിലായിട്ട് 2 ലെറ്റേഴ്സ് എഴുതുക. ഗായത്രി, വെരി ഗുഡ്. അപ്പോൾ ഈ എന്നുള്ള ലെറ്ററും അതുപോലെ ആ ഒരു പേജിൽ ഹാഫ് പേജ് വെച്ച് 2 ലെറ്റേഴ്സും എഴുതുക. ഓക്കെ, ഇന്ന് തന്നെ എഴുതാനൊന്നും പറയുന്നില്ല മിസ്, നിങ്ങൾ എന്നാലും എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, ഹർഷൽ. ഈക്ക്. ഓക്കെ, ഈംഡ്, ഈസെ, ഈംഡ്, ഈസെ, ഈസ, വെരി ഗുഡ്. ആഫിയ വായിച്ചോ? റിഷാൻ. അഹമ്മദ് ഷസിൻ വായിച്ചു കഴിഞ്ഞ ഒരു അക്ഷരദീപത്തിൽ എഴുതി തുടങ്ങി കേട്ടോ. മുഹമ്മദ് സയാൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഈംഡ് എന്നാണ് കേട്ടോ, ഈംഡ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് സന്ദേവ് വായിച്ചോ? ഇല്ലല്ലോ. വായിച്ചു. ഇഷിത. അഹമ്മദ് ഷേഖിന് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ എഴുതിക്കോട്ടോ. ബുക്കില്ല, ഇതാ. ഹർഷൽ പ്ലേറ്റ് തലതിരിച്ചാ പിടിക്കുന്നേ. ഞാനിപ്പോ ആരെയാ വിളിച്ചത്? ഇഷിത, റീഡ് ഫാസ്റ്റ്. ഇതെന്താ കയ്യില്? നേരത്തെ കുറെ ബലൂൺസ് ആയിരുന്നു, ഇപ്പൊ എന്താ കയ്യില്? അച്ഛന്റെ ഫോൺ. ഫോൺ അവിടെ വെക്കുക, അതിന്റെ ടോർച്ച് മുഖത്തേക്ക് അടിക്കുന്നു. ഓക്കെ, ലിസൺ ഹിയർ, റീഡ് ഫാസ്റ്റ്. Which is the letter this? E. E say eek. E say eek. E say eemd. E say eemd. E say isa. E say ita. Okay, very good, very good. Janaki Manu. E say eek. E say int. E say int. E say isa. Okay, very good. Thank you. Afia. Miss, ഞാൻ വായിച്ച എന്റെ കയ്യില് ഇതുണ്ട്. എന്തിനാ കൈ ഉയർത്തിയേ? കുറച്ചെന്താ? ആഹോ, അതുകൊണ്ടാണോ?
അല്ല, നീ റേസ് ചെയ്തോണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് കേട്ടോ. റിഷാൻ, സ്ലേറ്റ് തല തിരിച്ചാ പിടിക്കുന്ന റിഷാൻ. നേരെ പിടിച്ച മോനെ. ഷോ മീ യുവർ ലെറ്റർ. റിഷാൻ, ഈ എഴുതിയ ലെറ്റർ ആണ് എന്നെ കാണിച്ചത്. ഈ ഞാൻ കണ്ടില്ല കേട്ടോ. ഒന്നൊരു കാണിച്ച്. ഓക്കെ ഓക്കെ, വെരി വെരി. ഓക്കെ, ഇനി ആരാണ് ഇനി വായിക്കാത്തത്? സായക്. ഹർഷൽ എഴുതി, മിടുക്കൻ. സായക്. ഈക്ക്. ഈക്ക് എന്ന് പറഞ്ഞ എന്താണ്? ഇംഗ്ലീഷ് വേർഡ് എന്താ ഈക്കിന്റെ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഷുഗർ കെയിൻ? സേ സായക്, ഷുഗർ കെയിൻ. ഈണ്ട് ബ്രിക്സ്. ഈസ, ഈശോ. ഗോഡ് ഓഫ് ക്രിസ്ത്യൻസ്. ഓക്കെ, വെരി. ഈസ എന്നുള്ളത് നമ്മളല്ല, നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഗോഡാണല്ലേ, ദൈവമാണ് അല്ലേ? മോന്റെ ഗോഡ് ഏതാണ്? സായിക്കിന്റെ ദൈവം ഏതാണ്? മോൻ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടായിനു. മെഴുതിരി കത്തിക്കുന്ന സാധനം എന്താണ്? ലൈറ്ററോ, തീപ്പെട്ടിയോ, എന്താണ്? തുണി പോലത്തെയോ? മോൻ ഏത് ദൈവത്തിനാ പ്രാർത്ഥിക്കുന്നത് സായക്? അല്ല, മോന്റെ ദൈവം എന്താ? സായക സിനീഷ് ഏത് ദൈവത്തിനാ പ്രാർത്ഥിക്കുന്നേ? നീ പ്രാർത്ഥിക്കാറുണ്ടോ? എന്താ പ്രാർത്ഥിക്കുന്നേന്ന് കേക്കട്ടെ. പേര് പറയാനൊന്നും വേണ്ട. മോനെ അമ്പലത്തിൽ പോവാറുണ്ടോ? അമ്പലത്തിൽ പോയ ആരെയാ കാണുന്ന എവിടെ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അതെയാ? സായകന്റെ അടുത്ത് കുറെ വിശേഷങ്ങളുണ്ട്. നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സായകനെ പിടിക്കാം. കുറെ കഥകൾ പറയാനുണ്ട്. സായക, ഇന്നൊരു സ്റ്റോറി പറഞ്ഞു തരണേ മിസ്സിനും കൂട്ടുകാർക്കും. റെഡി ആയിട്ടിരിക്കണേ. ഇനി ആരാണ് മിസ്സിന്റെ ക്ലാസ്സിൽ വായിക്കാത്തത്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. അഹമ്മദ് ഷെസിൻ വായിച്ചോ? വായിച്ചു, എല്ലാവരും തന്നെ വായിച്ചു അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ 21 സ്റ്റുഡൻസ് ഉണ്ട്. ഇത്രയും പേര് ക്ലാസ്സിൽ കയറുള്ളോ? 12 സ്റ്റുഡൻസേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ദിവസം 2 ലെറ്റേഴ്സ് ആണ്. ഇന്ന് 2 പീരീഡ് കൊണ്ടാണ് 2 ലെറ്റേഴ്സ് എടുത്തത്. ഇത്ര എങ്ങനെ പഠിച്ചു പോകാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ 3 ലെറ്റേഴ്സ് ഒക്കെ എടുത്ത് പോകാം. വ്യഞ്ജനാക്ഷരങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു 3 ലെറ്റേഴ്സ് ഒക്കെ എടുത്ത് പഠിച്ചു പോയാൽ പെട്ടെന്ന് കഴിയുന്നത്. ഈസിയാണ്, പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റുന്ന ലെറ്റേഴ്സ് ആണ് ഹിന്ദി ലെറ്റേഴ്സ്. പിന്നെ വേറെ എന്താണ്? എല്ലാവരും തന്നെ വായിച്ചു. സയാൻ, മുഹമ്മദ് സയാൻ വായിച്ചിട്ടില്ല അല്ലേ? ബുക്കുണ്ടോ കയ്യില്? ഈക്ക്, ഈണ്ട്, ഈസെ,
ഈസ. ഈസ. ഓക്കെ, വെരി. അപ്പോൾ എന്താണ് നിങ്ങള് വീട്ടിൽ നിന്ന് നന്നായിട്ട് ആ പിക്ചർ നോക്കിയിട്ട് അതിന്റെ പേരെന്താന്ന് പറഞ്ഞു പഠിക്കണം കേട്ടോ. അപ്പം നമ്മൾ 4 ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഹിന്ദി വർണ്ണമാലയിലെ സ്വരാക്ഷരില് ആ, ആ, ഈ എന്ന ലെറ്റേഴ്സ്, സ്വരാക്ഷരങ്ങളിലെ ഈ ലെറ്റേഴ്സ് പഠിച്ചു. അതുപോലെ അത് ഐഡന്റിഫൈ ചെയ്യാനും പഠിച്ചു അല്ലേ? ആ, ഈ എന്നുള്ള അക്ഷരങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ ഇപ്പൊ അത്? ഓക്കെ. അപ്പോൾ അതിന്റെ പിക്ചർ നെയിംസും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് വീട്ടിൽ നിന്ന് വായിച്ചു നോക്കണം, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും അല്ലേ? ഓക്കെ. അഹമ്മദ് ഷെസിന്റെ ഒക്കെ കൈ പിടിച്ച് വരച്ചെഴുതുന്ന തന്നെ എഴുതുന്നില്ലേ? അഹമ്മദിനോട് ചോദിക്കട്ടെ. മോനിപ്പോ UKG യിലല്ലേ മോനെ? ഇപ്പൊ തന്നെ എഴുതണം കേട്ടോ. ഇനി അമ്മയുടെ കൈയൊന്നും വേണ്ട. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് നല്ലത്. ഷെസിന് മടിയുണ്ടോ എഴുതാൻ? ഹായ് ഷെസിൻ. ഹായ്. ഫുഡ് കഴിച്ചാൽ? ലഞ്ച് കഴിച്ചോ? കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അല്ലേ കഴിച്ചേ? മോന്റെ വീട് എവിടെയാണ്? വീട് എവിടെയാണ്? സ്കൂൾ ബസ്സിനാണ് വരുന്നേ? അങ്ങനെയല്ല ചോദിച്ചത്. വരുമ്പോൾ സ്കൂൾ ബസ്സിനാണോ വരുന്നത്? അല്ല അടുത്താണോ? എനിക്കറിയില്ല. തട്ടുമലൊക്കെ എവിടെയാണ് എനിക്കറിയില്ല, അതാ ചോദിച്ചേ. കുറച്ച് ദൂരം ഉണ്ടല്ലേ? ആരൊക്കെയുണ്ട് ഷെസിന്റെ വീട്ടില്? സയാനുണ്ടോ അവിടെ? ഏത് സയാൻ? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ? മുഹമ്മദ് സയാനാണോ? ആഹാ, എനിക്കറിയാലോ. മുഹമ്മദ് സയാന്റെ ബ്രദറാണ് അഹമ്മദ് ഷെസിൻ ആണ്. അപ്പൊ ഒരു കുഞ്ഞുവാവയും കൂടി ഉണ്ടല്ലേ? പരിചയപ്പെടാൻ വേണ്ടിട്ടാ ചോദിച്ചു കേട്ടോ. അപ്പൊ അഹമ്മദ് ഷെസിൻ ഉണ്ടല്ലോ, നന്നായിട്ട് എഴുതണം കേട്ടോ. അമ്മയുടെ കൈ പിടിച്ചിട്ടൊന്നും ഇനി എഴുതരുത് കേട്ടോ. അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നിനും കൊള്ളില്ല. ഇത് കാണുമ്പോഴേ അറിയാം, മോനെ എഴുതുന്നത് കാണുമ്പോ അറിയാം അമ്മയെ പിടിച്ചതെന്ന്. അപ്പൊ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് വേണ്ടത് കേട്ടോ. നമ്മൾ എഴുതുമ്പോഴേ അത് നല്ല ഭംഗിയായിട്ട് നല്ല ഉരുട്ടി എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് ഉമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടമല്ല. ഇന്ന് എഴുതാനും അറിയില്ല അല്ലേ? മോനെ എഴുതാൻ അറിയുള്ളൂ. അപ്പൊ മോൻ തന്നെ എഴുതണേ, എന്നാലേ നല്ല വൃത്തിയാവുള്ളൂ കേട്ടോ. അക്ഷരദീപത്തിലൊക്കെ എഴുതണം. ഓക്കെ. ഓക്കെ. അവൻ മിടുക്കനായി കണ്ടോ നിങ്ങള്? ആദ്യം കണ്ട അഹമ്മദ് ഷെസിനാണോ നോക്കിയപ്പോ? മോനെ എഴുതിക്കോ അവിടെ ഇരുന്നിട്ട്. അമ്മയുടെ കൈയൊന്ന് ഞാൻ കാണട്ടെ വരുന്നുണ്ടോന്ന്. എഴുതിക്കോ, മിടുക്കൻ. സയാനോട് ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ ഷെസിൻ നല്ല മിടുക്കനാണ്, അവൻ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് കാണുന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ സയാനോട്. സയാനൊന്നും പഠിക്കില്ല അല്ലേ ഷെസിന്? വീട്ടിൽ വന്നാ പഠിക്കുവോ? കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ. എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം എഴുന്നൊക്കെ പിന്നീട് എഴുതിയാൽ മതി കേട്ടോ. വേറെ എന്താണ്? ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? കഥകൾ പറയാനുണ്ടോ? ആരോ നേരത്തെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. സായക് സിനേഷിന്റെ ഒരു സ്റ്റോറി ആവാനി. ജാനകി മാനു, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളിപ്പോ 2 ലൈൻ കോപ്പിയിൽ എഴുതുമ്പോ ഈ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ആ വളഞ്ഞിട്ട് എഴുതുന്ന ചിഹ്നമില്ലേ, ആ ചിഹ്നം ലൈനിന്റെ മുകളിലായിരിക്കണം കേട്ടോ, ലൈനിന്റെ പുറത്ത്. അത് ശ്രദ്ധിക്കണം. ഒന്നാമത് 2 ലൈനിൽ എഴുതുമ്പോൾ പുറത്തോട്ടൊക്കെ ചാടിപ്പോവാൻ സാധ്യതയുണ്ട്. അതൊന്നും സാരമില്ല, എന്നാലും നിങ്ങൾ ചെറുതായിട്ട് എഴുതുമ്പോൾ അതിന്റെ അകത്ത് തന്നെ വരും.
അതിന്റെ താഴോട്ടുള്ള വാല് ആ 2 ലൈനിന്റെ പുറത്തും മുകളിൽ എഴുതുന്ന ആ വളഞ്ഞ ചിഹ്നം ആ 2 ലൈനിന്റെ പുറത്തും ആയാൽ മതി. അങ്ങനെയാണ് ആ ലെറ്റർ എഴുതേണ്ടത് കേട്ടോ. അല്ലാതെ 2 ലൈനിന്റെ അകത്ത് എല്ലാം കൂടെ കൊള്ളിച്ചെഴുതരുത്, അത് വൃത്തികേടാണ്. ഓക്കെ സായക്, ആർ യു റെഡി? ഓക്കെ 1 2 3 സ്റ്റാർട്ട്. പോവാണോ? സായക് പോയി, എന്താ ചെയ്യണ്ടേ? വിളിക്ക് നിങ്ങൾ വേഗം, സായകനെ വിളിച്ചേ. വേഗം വായോ, വേഗം വായോ. അല്ല എവിടെ പോയി നീ? മിസ്സിനോട് പെർമിഷൻ ചോദിക്കാതെ പുറത്തു പോകാൻ പാടുണ്ടോ നിങ്ങള്? എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ, എന്നോട് ചോദിക്കാതെ പോകുന്നത്. എന്റെ ക്ലാസ്സിലല്ലേ നിങ്ങളിപ്പോ? ഞാനിപ്പോ സാറിനോട് എന്ത് പറയും? സായകനെ കാണുന്നില്ല എന്ന് പറയുമ്പോ ഞാൻ എന്താ പറയാ? സ്റ്റോറി പറയാൻ പറഞ്ഞോണ്ട് ഇറങ്ങിപ്പോയാൻ തോന്നുന്നുണ്ട്. ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ. സായകനോട് ഞാൻ പിണക്കമാണ്. എവിടെയാ പോയത്? അവൻ പോയി വീണ്ടും. നമുക്ക് അടുത്ത ദിവസം പിടിക്കാം അവനെ. ഓക്കെ, see you, bye bye. ഹോംവർക്ക് ചെയ്യണം കേട്ടോ. നോട്ട് ബുക്കിൽ ആ ഒരു പേജിലായിട്ട് ഹാഫ് പേജ് വെച്ച് എഴുതിയാൽ മതി കേട്ടോ, 2 ലെറ്റേഴ്സ്. ഓക്കെ, ബൈ ബൈ.